ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പഴയകാല നടിയായ വിജയശ്രീയെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1970കളിൽ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായിരുന്ന ഒരു നടിയായിരുന്നു വിജയശ്രീ. 1953 ജനുവരി 8 വാസുപിള്ളയുടെയും വിജയമ്മയുടെയും മകളായി തിരുവനന്തപുരത്ത് മണക്കാട് എന്ന സ്ഥലത്ത് വിളക്കാട്ട് കുടുംബത്തിലാണ് വിജയശ്രീയുടെ ജനനം. വിജയശ്രീക്ക് 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവരുടെ ആദ്യ സിനിമ 1966 പുറത്തിറങ്ങിയ ചിത്തിയായിരുന്നു. 1969 തിക്കുറിശ്ശി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത പൂജാ പുഷ്പം എന്ന സിനിമയിലാണ് മലയാളത്തിൽ ആദ്യം അഭിനയിക്കുന്നത്. തൻ്റെ അഭിനയകാലം അധിക നാൾ നീണ്ടു നിന്നില്ല. തനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ വിജയശ്രീ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ ദാരുണ സംഭവം മലയാള സിനിമയെ അക്ഷരാർത്ഥത്തിൽ നടുക്കി. മലയാള ചലച്ചിത്രവേദിയിൽ തന്നെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളാണ് വിജയശ്രീയുടെ ആത്മഹത്യയ്ക്ക് വഴിതെളിച്ചതെന്ന് ചില മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. 1974 മാർച്ച് 21 വയസ്സിൽ വിജയശ്രീ ആത്മഹത്യ ചെയ്തുവെന്ന് പൊതുവായി വിശ്വസിക്കപ്പെടുന്നു. പൊന്നാപുരം കോട്ട എന്ന സിനിമ ചിത്രീകരണ സമയത്ത് മലയാള സിനിമയിലെ അക്കാലത്തെ പ്രമുഖനായ സംവിധായകൻ പുഴയിൽ നീരാട്ട് ചിത്രീകരിക്കുന്ന വേളയിൽ അവിചാരിതമായി അവരുടെ വസ്ത്രം അഴിഞ്ഞു വീഴുകയും ആ വേളയിൽ വിജയശ്രീ അറിയാതെ സൂം ലെൻസ് ഉപയോഗിച്ച് അവരുടെ നഗ്നത ചിത്രീകരിക്കുകയും ആ വീഡിയോ ക്ലിപ്പുകൾ അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇക്കാര്യം 1973 മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ നാനാ ഫിലിം വാരികയിൽ പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ വിജയശ്രീ വെളിപ്പെടുത്തിയിരുന്നു. പ്രേം നസീറിന് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. അക്കാലത്തും സിനിമാ രംഗത്ത് ബ്ലാക്ക് മെയിലിംഗ് നന്നായി നടന്നിരുന്നു. ബ്ലാക്ക് മെയിലിങ്ങിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തതാകാമെന്ന വാദവും നിലനിൽക്കുന്നു. അതല്ല, മറ്റു ചില കാരണങ്ങളും നാട്ടുകാരുടെ ഇടയിൽ അക്കാലത്ത് പരന്നിരുന്നു. അവരുടെ മരണത്തെക്കുറിച്ച് എന്തായാലും ഒട്ടേറെ നിഗൂഢതകൾ നിലനിൽക്കുന്നു. വിജയശ്രീ തൻ്റെ എല്ലാ നിഷ്കളങ്കതയോടും കൂടി കുട്ടികളെ അതിയായി സ്നേഹിച്ചിരുന്നു. അവരുടെ അടുത്ത് വരുന്ന കുട്ടികൾക്ക് അവർ എല്ലായ്പ്പോഴും മധുര പലഹാരങ്ങളും മിഠായികളും വിതരണം ചെയ്തിരുന്നു. പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കവെയായിരുന്നു അവരുടെ അപ്രതീക്ഷിതമായ മരണം. വിജയശ്രീയുടെ മരണത്തിന് ശേഷം അഭിനയിച്ച പൂർത്തിയാക്കാനുണ്ടായിരുന്ന യൗവനം എന്ന സിനിമയും വണ്ടിക്കാരി എന്ന സിനിമയും ചേർത്ത് ഒറ്റ സിനിമയാക്കി പുറത്തിറങ്ങിയതും വമ്പൻ ഹിറ്റായി മാറിയിരുന്നു. അവസാന ചിത്രത്തിലെ നായകൻ രാഘവനായിരുന്നു. ഒരു കാലത്ത് മലയാളത്തിൽ മെർലിൻ മൺറോ എന്ന പേരിലാണ് വിജയശ്രീ അറിയപ്പെട്ടിരുന്നത്. ഒട്ടേറെ ചിത്രങ്ങളിൽ ഗ്ലാമർ വേഷങ്ങളായി ആ നടി അഭിനയിച്ചു. KP കൊട്ടാരക്കര നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത രക്തപുഷ്പം എന്ന ചിത്രത്തോടെയാണ് മലയാള സിനിമയിൽ വിജയശ്രീ ശ്രദ്ധിച്ചത്. നിത്യഹരിത നായകനായ പ്രേം നസീറുമൊത്ത് അനവധി ചിത്രങ്ങളിൽ ഇക്കാലയളവിൽ അവർ അഭിനയിച്ചു. പോസ്റ്റുമാനെ കാണാനില്ല, അജ്ഞാതവാസം, മറവിൽ തിരിവ് സൂക്ഷിക്കുക, ലങ്കാദഹനം, പൊന്നാപുരം കോട്ട, പത്മവ്യൂഹം, പഞ്ചവടി, ആരോമലുണ്ണി, സംഭവാമി യുഗോ യുഗോ തുടങ്ങിയ അക്കാലത്തെ ഹിറ്റു ചിത്രങ്ങളിൽ നസീർ വിജയശ്രീ ജോഡികൾ ഒന്നിച്ചു. ഗ്ലാമർ നർത്തകിയെന്നും ഗ്ലാമർ നടിയെന്നുമുള്ള പേരുകളിൽ നിന്നും വിജയശ്രീ രക്ഷ നേടാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് സ്വർഗപുത്രി, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, യൗവനം, ആദ്യത്തെ കഥ തുടങ്ങിയ കുടുംബ ചിത്രങ്ങളിൽ അഭിനയിച്ചത്. നല്ല അഭിനേത്രി എന്ന പേരും നേടിയ ശേഷമാണ് അവർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നടൻ്റെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.